തുടങ്ങി പോന് ഒന്ന് നിർത്തിക്കൂടെ ചങ്ങായി. അനക്കിപ്പോ ഇതിൻ്റെ ഇത് അറിയില്ല. ഇതിങ്ങനെ പഠിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നെയ്ച്ച് നടക്കുന്നുണ്ട്. വാങ്ങിയെന്താ പിന്നെത്താ? അല്ല അന്നെന്നല്ല കാളൂട്ടിനെ കണ്ടില്ല. ഞാൻ കുറേ തേരഞ്ഞു, ആളൊന്നും തോന്നില്ല. ഇത് പോരാതിരിക്കൂലെന്നിങ്ങനെ എനിക്ക് എന്തായാലും അറിയാം. കാളൂട്ടിലോട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ. എനിക്ക് എൻ്റെ മാതിരി വലിയ പിരാന്തൊന്നുമില്ല. എപ്പോഴേലൊക്കെ പോലുണ്ട്. ഇതിന് കപ്പിനുള്ള പൂട്ടുമല്ലേ, ഇടപ്പൂട്ടാണേ. നമ്മളെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, കുട്ടിയേജ് ഉണ്ടായിരുന്നു, ആനങ്ങാൻ പ്രായം ഉണ്ടായിരുന്നു. പ്രായൻ്റെ കന്നുണ്ടല്ലോ, മോൻ രണ്ട് കന്ന് വാങ്ങിയിട്ടുണ്ട്. പറക്കണ ജാതിയാണ്. ഇങ്ങനെയാണ് ബാല് കുത്തിയിട്ട് ഇങ്ങനെ പോവത്. ഞാൻ കണ്ടു വർക്കാണ്. ഇങ്ങനെ വലിയ പറക്കണ കാര്യം പറയണു. കാളൂട്ടിന്റെ കാര്യം പറയാണേ. ഞമ്മള് ഇന്നലെ പോയ കഥ ഓളെ കണ്ടിട്ടില്ല. അപ്പൊ അതപ്പോ ഞാൻ പറഞ്ഞത്. അല്ല, അസറ് കഴിഞ്ഞിട്ട് കുറെ നേരമായല്ലോ. എവിടെ നിന്ന് ഇത്ര നേരം? പള്ളിക്കലും കണ്ടില്ല. പൊന്നാര അൽബി അതിന്റെ കഥ ഒന്നും പറയണ്ട. ചെക്കന്മാർ കുറച്ച് പൈസ അയച്ചേക്കണം. അപ്പൊ ഏതോ ഒരു ചെക്കൻ ഇങ്ങനെ വിളിച്ച അഡ്രസ്സും പേരും കുത്തും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഓന് മനസ്സിലാവായിട്ടാ, നീ ഓൻ പറഞ്ഞിട്ട് വെച്ച് മനസ്സിലാവായിട്ടാന്നാവും. ആണ്ട് വിളിച്ചാൽ അവൻ്റെ ഫോണിൽ കിട്ടൂല. എന്നിട്ട് അവിടെ നിക്കി കാക്കാറ് ഞാൻ കുറേ കാത്തുന്നു. അതുകൊണ്ട് എൻ്റെ അസറും പോയി ഇപ്പന്ന്. ഇപ്പൊ ഓൻ വരുമ്പോ പറ്റാച്ചിട്ട് ഞാൻ പോന്നു. പിന്നെ അപ്പൊ കൊയലേരനാണ് ഈ കാര്യം. നിങ്ങക്ക് ഏത് യുദ്ധമായാലേ കായ് അവിടുന്ന് വരാണ്ട്, ബാക്കിയുള്ളതൊക്കെ ഈ നാടൻ കൊയലേനുള്ളൂ. അത് മമ്മൂട്ടിയെ ഇജ്ജ് വിചാരിച്ചമാരൊന്നും ഉണ്ടാവൂല. അത് മാസേ ചെക്കന്മാര് ചെറിയൊരു ചെലവിന് പൈസ അയക്കും. അതാണ്, അല്ല വേറൊന്നും അല്ല. ഹലോ, ഞാൻ ഇപ്പൊ എന്റെ കുടിയിൽ ഇങ്ങോട്ട് പോന്നു. ഇജ്ജിപ്പോ അവിടെയൊക്കെ ഉണ്ടേ? അങ്ങാടിക്ക് വരാൻ പറയും. അവിടുന്ന് പോരുമ്പോഴേ ചെറിയൊരു അങ്ങാടി ഉണ്ട്. 2 ഒടിവുകൊണ്ട് കഴിഞ്ഞാ മതി. മുട്ടിന് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങള് 2-3 വയസ്സന്മാർ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോരാ. പൈസ കണ്ടിട്ട് എന്റെ ചെക്കനാ. ഇപ്പളാ പോകാൻ വിളിച്ചിട്ട്. ഇവിടെ നിർത്തിക്കോണേ. ഇതിലാരാണ് ഈ ബീരാനി പറഞ്ഞ ആള്? ഞാൻ തന്നെയാണ് കുട്ടിയെ. ഞാൻ നേരത്തെ ഫോൺ ചെയ്ത ആളാ. ഒട്ടി പിടിച്ചേക്കണ നോക്കി. ഇല്ല, അത് 10,000 ഉറുപ്പ്യാണ്. ചായ കുടിച്ചാൽ പൈസ ആയല്ലോ. അതിപ്പോ ഇത് കിട്ടിയിട്ടൊന്നും വേണ്ടപ്പോ ചായ കുടിച്ചാന്. അത് ഞമ്മക്ക് 3-ആം കൂടി പോയി ഒന്ന് കുടിച്ചാ. അല്ല, അതിന്റെ അടിയിൽ ഞാനൊരു വർത്താനം കേട്ടു. നമ്മളെ മാധവന് തീരെ ബെജ്ജാന്നുള്ളത് നിങ്ങളാരെങ്കിലും അറിഞ്ഞേക്കണോ? ഞാൻ 4 ദിവസം മുമ്പ് പോയിരുന്നു. ഞാൻ പറയാൻ വിട്ടതാണ്. കുറേ പ്രയാസത്തിലാണ്. മൂത്തത്തിന് പൈപ്പൊക്കെ ഇട്ടതും. യാതൊരു പോയി കണ്ടാണ്ടി. അൽബെജ്ജാറ്റ് പോയിന്നോ? ഞാൻ പോയിട്ടില്ല. ഞമ്മക്ക് ഉണ്ടാക്കുന്ന ഒന്നാണ് പോയി. എന്നാൽ അവിടെ നാളേറ്റ് എന്നാ നാളെ പോവാ. എനിക്ക് നാളെ വിശേഷിച്ച് പണിയൊന്നുമില്ല. എനിക്ക് മൂപ്പരൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. ആചാര്യ, ഇവിടെ ഒന്നും അയാളെ കാണാനില്ല. എവിടക്കെ പോയാവാ? നമ്മളിപ്പോ വന്നത് വെറുതെ ആയോ? അതേനല്ലേ ഞാൻ പറഞ്ഞത്. അവിടെയൊക്കെ പൂട്ടിയിട്ടേക്കണു. അയാൾ എവിടേലും പോയിട്ടുണ്ടാവും. ആടിന്റെ പിന്നാലെ പട്ടി നടക്കണാരി. എത്ര വട്ടണ്ട് അയാളെ പിന്നാലെ ഞാൻ നടക്കണു. തിന്നൂല്ല, തീറ്റിച്ചൂല്ല അയാള്. അത് ആചാര്യൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ പെങ്ങള് മരിച്ചിട്ട് ഇപ്പൊ കൊറേ ആയല്ലോ. അതിന്റെ ഓർമ്മക്ക് ഇത് ഇവിടെ നിന്നോട്ടെ വെച്ചിട്ടാണ് അത് വിൽക്കാത്തത്. ഏതായാലും പെങ്ങളെ കുട്ടികൾ 2 ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ഓല് വന്നിട്ട് ഞാൻ ഓലോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇച്ച് കുറെ മുതല് ഭാര്യ കൂട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല. ഇതിന്റെ ബാക്കിലുള്ള ഭാഗങ്ങളൊക്കെ ഇന്റതാണ്. ഈ 10 സെന്റ് സ്ഥലവും പെരയൊന്നും എനിക്ക് കിട്ടിയാലേ എനിക്കൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഈ കാര്യമൊക്കെ എനിക്ക് അറിയാം ആചാര്യാക്ക. എല്ലാ കാര്യങ്ങളും ഞാൻ അളിയാനോട് പറഞ്ഞേക്കണ്. പക്ഷെ മൂപ്പര അതിനിങ്ങോട്ട് തയ്യാറായി വരുന്നില്ല. ഇജൊന്ന് മെനക്കെട്ട് ഈ കാര്യത്തിക്കൊന്ന് ഇറങ്ങേ. ഞാൻ ഈ കച്ചവടക്കായി കൂടാതെ അനക്കൊരു 5 ലക്ഷം ഉറുപ്പ്യ ഞാൻ തരണ്ട്. അത് വേറെ ആരും അറിയാൻ പാടില്ല. അതൊന്നും മാണ്ടേന്നില്ല ആചാര്യാക്ക. ഏതായാലും ഞാൻ അളിയാനോടൊന്ന് സോപ്പിട്ട് ചോദിച്ചാ കട്ടട്ടാ. നിങ്ങളെ 5 ലക്ഷം ഉറുപ്പ്യ തരുമ്പോഴേ അതിന്റെ കൂടെ ഒരു 3 ലക്ഷത്തും കൂടി തരുന്നുണ്ട്. എന്റെ പേരന്റെ അടുത്തേ കുറച്ച് സ്ഥലം കൊടുക്കുന്നുണ്ട്. എനിക്കതൊന്ന് വാങ്ങാന്നുണ്ട്. അതിനും വേണ്ടിയിട്ട് മാനോ 5 ലക്ഷം തന്നെ ഞാൻ എനിക്ക് തരേണ്ടതേ ഈ കാര്യം നടക്കട്ടെ വെച്ചിട്ടാണ്. 3 ലക്ഷം കൂടി കൂട്ടിയിട്ട് തരാൻ കഴിയൂലട്ടോ. ആ 3 ലക്ഷം കളിച്ച് കടായിട്ട് തന്നാ മതി.
ഞാൻ ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾക്കാണ് തിരിച്ചു തരാം. എങ്ങനായാലും വേണ്ടില്ല, പൈസ ഞാൻ തരാം. ഇജ്ജ് അളിയൻ്റെക്ക് നിന്നുകൊണ്ട് വാങ്ങിക്കൊണ്ട് നമുക്ക്. ഇന്നലത്തേലും കുറച്ച് നീരിന്ന് കുറവാണല്ലേ? നിങ്ങൾക്ക് വെള്ളം എന്തെങ്കിലും വേണോ? വേണ്ട. പുറത്താരാ ബെല്ലടിക്കണ്ടേ? ഞാൻ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. ആ സരോജിനിയെ മാധവനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നതാണ് ഞങ്ങൾ രണ്ടാളും കൂടി. എന്നാ അങ്ങോട്ട് പോന്നോളൂ. മാധവ എത്തപ്പ സോക്കടൊക്കെ ഭേദമുണ്ടോ? നോമ്പായതുകൊണ്ടേ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. മൈമുട്ടി എല്ലാ വിവരം പറഞ്ഞിരുന്നു. പിന്നെ ആശുപത്രിക്കായിട്ട് പോയിന്നാ? കഴിഞ്ഞ ആഴ്ച ആശുപത്രി പോയിരുന്നു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനൊന്നും പറയരുത് മാധവ, അതൊക്കെ സുഖാവും. ഇതും വലിയ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, ശരിയാവും. മുകളിലൊരാളില്ലേ? നിങ്ങളിൻ്റെ ചങ്ങായിമാര് വരുമ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സമാധാനം. എൻ്റെ കൂട്ടക്കാരും കുടുംബക്കാരൊന്നും എന്നെ തിരിഞ്ഞൊക്കെ ഇല്ല. ആയ കാലത്ത് ഓർക്കൊക്കെ ഞാൻ വേട്ടപ്പെട്ടവരായിരുന്നു. സങ്കടപ്പെടേണ്ട മാധവ, ആരുമില്ലെങ്കിൽ പടച്ചോണ്ടോ നമ്മളപ്പൊക്കെ. നമ്മളാരും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. എടാ, ഞങ്ങൾ രണ്ടാളും ഈ വീട്ടിൽ ഒരാരാധപ്രേതം പോലെ കഴിയാണ്. ഞങ്ങൾക്ക് ഒരു മക്കൾ തമ്മില. നീരാനെ എൻ്റെ മക്കൾക്ക് എന്നെ വിളിക്കില്ല. കുട്ടികളെ വിളിച്ചലൊക്കെ ഉണ്ട്, ഓൾക്ക് സുഖം തന്നെയാണ്. മക്കളില്ലാച്ചിട്ട് വിഷമിച്ചൊന്നും വേണ്ട. എന്നെ നോക്കാനേ സരോജിനില്ല, ഓള് നല്ല രീതിയിൽ എന്നെ നോക്കണില്ല. മക്കളില്ലാത്ത വിഷമൊന്നും ഓൾ എന്നെ അറിയിച്ചണില്ലല്ലോ. ഓളിന്നെ നല്ലോണം നോക്കുന്നുണ്ട്. ഓളില്ലെങ്കിൽ ഞാൻ എന്റെ ജീവനെടുക്കായിരുന്നു. വീഴാനെ ദൈവം തന്ന ആയുസ് നമുക്ക് ജീവിച്ച് തീർക്കണം. പരീക്ഷണങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ ക്ഷമിക്കുക. ഞാനൊന്ന് മൂത്രം പാത്തി വരട്ടെ. ഈ ഷുഗറിൻ്റെ സോക്കണ്ടീനേസേ ഇടക്കിടക്കിങ്ങനെ മുട്ടിക്കൊണ്ടാണ്. രണ്ടാൾ വർത്താനം പറഞ്ഞിട്ടില്ല. അൽബേ, എന്താ പേരിലെ വർത്താനം? സുഖാണ്. കുട്ടികൾ 3 നാട്ടിലുണ്ട്, പെരുന്നാക്ക് വന്നതാണ്. അല്ല അൽബേ, എൻ്റെ ആദ്യത്തെ ഭാര്യൻ്റെ കുട്ടികളൊക്കെ വർത്താനം എന്താ? അവരെ 2 കെട്ടിച്ചു. ഭാര്യയ്ക്ക് ഒരു ലേശം മാനസിക പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ ഇടക്കൊക്കെ പോകലുണ്ട്. ഈ അടുത്ത നാട്ടുകാരെയാണ് ഇപ്പോൾ പാർക്കുണ്ട്. നമ്മൾ രണ്ടാളേ ആ വേലപ്പറമ്പിലെ സ്ഥലത്തിന്റെ അതിർത്തി പ്രശ്നത്തിലെ ഒരുപാട് മക്കളും കൂടിയാണ്. ഇതൊരു മനസ്സിന് വെക്കലുണ്ടോ? ഇതിനോട് ക്ഷമിക്കലുണ്ടോ? എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്റെ അടുത്താണെന്ന് തെറ്റ്. എൻ്റെ അളിയന്മാരൊക്കെ കൂടി പെരുകൂട്ടി എന്നെ മുന്നിക്ക് തള്ളി. ഞാൻ അങ്ങനെ അതിന് ഓരോന്ന് പറയാൻ നിർബന്ധിതനായതാണ്. ഇല്ലോടാണ് ബാപ്പാകട്ടെ. എന്ത് വീരാക്ക, ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ? ഈ ഷുഗർ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വിറച്ചിലും ഒരു വേർപോട്ടലൊക്കെ എപ്പോഴും ഉണ്ട്. കുറയാണ് എനിക്ക്, എല്ലാവർക്കും കൂടുതലാണ് ഉണ്ടാവില്ല. ഈ ഷുഗറൊക്കെ ഉണ്ടായിക്കാണ്ട് നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആരാണ് എൻ്റെ പട പെരയിലുള്ളത്? മക്കളൊക്കെ ഇപ്പോൾ ഗൾഫിലല്ലേ, ഓലും മരക്കളൊക്കെ അവിടെ തന്നെയാണ്. പിന്നെ ഇപ്പം എൻ്റെ നബീസുനെ പഠിച്ചോ ആദ്യം കൊണ്ടുപോയില്ലേ. മാധവേട്ടനൊക്കെ അന്ന് നിങ്ങളോടൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞതാ. അന്ന് നിങ്ങളത് കേട്ടില്ല. അപ്പം മാധവേട്ടൻ്റെ സ്ഥിതി തന്നെ നോക്കി. ഞാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്കേറ്റ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല കേട്ടോ. സൂക്കടൊന്നും വരാതിരിക്കട്ടെ. ഇവിടെ കണ്ട മാധവേട്ടൻ ചില ദിവസങ്ങളിൽ ഉറങ്ങലെന്നല്ല. ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ട് ദിവസം എത്ര വയ്ക്കണമെന്നറിയാം. ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്ന്. നിങ്ങൾക്ക് ഈ ഷുഗറൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരില്ലേ? ഞാൻ മധുരം ഇട്ട് കണ്ട് ഒരു ഗ്ലാസ് ചായ നിങ്ങൾക്ക് എടുക്കട്ടെ കേട്ടോ. എന്താണ് ഇങ്ങനെ ഇരിക്കണോ? വെജ് മരിച്ചാനായിപ്പോന്നാ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് മരിച്ചാലോ ഇജ്ജ്? ഞാനൊക്കെ മരിച്ചേ എൻ്റെ തലക്കാമ്പുറത്ത് ഇരുന്ന് നുരൊളിച്ചിട്ട് ഇജ്ജൊക്കെ മരിച്ചാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട് പോകട്ടോ.
ഞാൻ മരിച്ചാലേ നിങ്ങൾ വേറെ പെണ്ണിട്ടുവോ? ഞാൻ മരിച്ചതിൻ്റെ മുന്നേ ഒരിക്കലും മരിച്ചാൻ പാടില്ല. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മളെ 2 മക്കളുടെ ഇടയിൽ ഇടങ്ങാറായി ജീവിച്ചേണ്ടി വരും. അതുകൊണ്ടേ മരിച്ചാണ് നമ്മൾ 2 ആളും ഒപ്പം മരിച്ചാൽ മതി. അതിന് പഠിച്ചവനോട് തേടിക്കച്ച്. ആ കുഞ്ഞിപ്പാ എന്നിട്ട് വന്ന് ഞാൻ ഇന്നലെ നെറ്റിലെത്തിയിട്ടുള്ള എന്തെന്നിട്ട് ഇവിടെ ഞാൻ അമ്മോങ്കരെ കാണാനേ ഒന്നുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പൊ കടയിൽ കയറിക്കാണ്ട് സാധനം വാങ്ങാച്ചിട്ട് പോയതാ. അതവിടെ ഇല്ല. അന്നെ സാധനം വാങ്ങലൊക്കെ മനസ്സിലായി. അന്റെ പഴയ സ്വഭാവം ഒന്നും നിർത്തിയില്ലേ? മെല്ലെ പറയേ, കാരണൂരുണ്ട് വണ്ടിയില്. അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കൂല്ലോ. എന്താ നിങ്ങൾ ഉപ്പാനെ ഒറ്റക്കാക്കിയിട്ട് എല്ലാരും കൂടി ഫാമിലി ആയിട്ട് ഗൾഫ് താമസിക്കണമെങ്കിൽ അതിനൊരു പെണ്ണിട്ട് ചേർത്തൂടെ? എനിക്ക് ഒരു വെള്ളം ചൂടാക്കാനും കൂടി ഒരാൾ പടല്ല. നിങ്ങളെ അമ്മ മരിച്ചതിപ്പോ കുറെ കാലായില്ലേ? എത്ര കാലായി ഞങ്ങൾ ഇപ്പാനോട് എല്ലാവരും പറഞ്ഞു തുടങ്ങി ഒരു കല്യാണം കഴിക്കാൻ സമ്മതിക്കണമെന്നില്ല. എന്താ ചെയ്യാ? ഏതായാലും ഇക്കുറിക്കത്തെ ഞങ്ങളെ വരവേ ഇപ്പാനാണ് കൊണ്ടുപോകാനുള്ള പരിപാടിയാ. ഇനി ഇവിടെ ഇട്ടുകൊണ്ട് കൽപ്പിച്ചിട്ട് കാര്യമില്ല. അതേരം നന്നായിടാ. അതിനാണ് കൊണ്ടേക്കോളിന്നാ. ഇന്നപ്പാക്ക് മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാവും നിങ്ങളെത്താവുമ്പോ. ഏതായാലും ഞാൻ വർത്താനം പറഞ്ഞിരിക്കല്ല, അമ്മോക്കളെ കാത്തിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോട്ടെന്നാല്. പിന്നെ നമുക്കൊന്ന് കൂടണം. പഴയ ബ്രാൻഡ് തന്നെയല്ലേ. ആ കുഞ്ഞാനാ കാണാ. ഞാൻ ഇപ്പൊ നിങ്ങളോട് 2 ആളോടും വരാൻ പറഞ്ഞതേ, നമ്മളാ പേരും സ്ഥലമാണ് കൊടുക്കുക. അമ്മറാജ് ചോദിച്ചിട്ടുണ്ട്. അത് നല്ല വില തരും. അത് ഈ കച്ചവടക്കാർക്ക് കൊടുത്താൽ ഒരു തീരെ വില കാണൂല. അത് കാക്ക ഇപ്പൊ സമ്മതിക്കാതെ നമ്മളെത്താ കാട്ടുക? ഇപ്പൊ ഒരിക്കലും കൊടുക്കാൻ തയ്യാറാവില്ലേ? ഈ കാര്യം ഇപ്പാനോട് ഞങ്ങളെ കഴിഞ്ഞ പേരും സംസാരിച്ചാണ്. ഇപ്പൊ ഒരു നീക്ക് പോക്കിനും തയ്യാറല്ല. പിന്നെ ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? ഞങ്ങൾ ഏതായാലും ആ വീട്ടിൽ ഇനി താമസിക്കാനും പോണില്ല. അത് ഇപ്പൊ വിൽക്കാൻ സമ്മതിക്കാത്ത വേറൊന്നും ഉണ്ടല്ല. അത് വിറ്റിട്ട് ഇപ്പൊ എവിടെ പോയിക്കുക? അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു പേരും സ്ഥലം കൂടി വാങ്ങി കൊടുക്കണം. ഇങ്ങോട്ട് ഇപ്പൊ ഇപ്പാനെ കൊണ്ടല്ലേ ശരിയാവില്ല. നിങ്ങൾ 2 ആമക്കൾ ഉണ്ടാവുമ്പോ ഇപ്പാനെ എവിടെ കൊടുന്ന് നിർത്തിയെന്ന് ആൾക്കാർ പറയില്ല. അത് നിങ്ങൾക്ക് ഒരു മോശത്തരാണ്. അത് ശരിയാവൂല. ഞങ്ങൾ ഇപ്പാനെ അമ്മോങ്ങാക്കാൻ എടുത്ത് കൊടുന്നാക്കി അറിയില്ലേ നാട്ടുകാര്? ഞങ്ങൾ ഏതായാലും ഇപ്പാനെ ഗൾഫിൽ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇപ്പാനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഒറ്റക്ക് നിക്കല്ലേ? അവിടെ സുഖല്ലേ? ആണ്ട് പോന്നോട്ടെ. അവിടെ ആവുമ്പോ നേരത്തെ ഭക്ഷണം കഴിക്കാം, മരുന്നും കുടിച്ച് ഫ്ലാറ്റിലല്ലേ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പളേ ഇപ്പാക്ക് ഓലൊപ്പം കളിച്ചിരിക്കാലോ. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പൊ 1.5 ഉറക്കത്തിൽ നെട്ടി ഉണരാണ്. ഒരു ദിവസം ഇതേപോലെ ഞാൻ ഉറക്കത്ത് കണ്ടു ഇപ്പൊ കട്ടിൽമെന്ന് വീണ്. അതിൻ്റെ എന്റെ ഉള്ള സമാധാനം പോയിക്കും. അല്ലെങ്കിലും എനിക്ക് ഇപ്പാനോട് വലിയ സ്നേഹമാണ്. അത് എനിക്കറിയാം. ഇജ്ജ് പോയിട്ടേ 6 മാസമായി ഇപ്പാക്കൊന്ന് വിളിച്ചിട്ടുന്നേ. നാളെ ഇപ്പൊ എന്നെ കണ്ടപ്പോ പറഞ്ഞു. ഒന്ന് ചോദിച്ചു നോക്ക്, ആ സ്ഥലത്തിന് ഒട്ടുവരെ കിട്ടുമെന്നുള്ളത്. എത്ര പറ്റോ അവനോട് ഒരു സ്വകാര്യം പറയല്? എന്താ പറയുള്ളൂ? എന്റെ മുഖത്ത് നോക്കി പറയും. ഞങ്ങളെ ഉമ്മാന്റെ ആങ്ങളല്ലേ, പുറമക്കാരൊന്നും അല്ലല്ലോ. അത് കാക്ക ഒന്നുമില്ല. ഓൻ ചോദിച്ചണതേ നമ്മളാ സ്ഥലത്തിനും പേർക്കും കൂടി എത്ര ഉറുപ്പ്യ കിട്ടും എന്നുള്ള. അതടാ സംഗതി മെയിൻ റോഡിന്റെ പക്കമൊക്കെ തന്നെയാണ്. പക്ഷെ പെരക്കൊന്നും കിട്ടൂല. സ്ഥലത്തിനെ കച്ചവടക്കാര് നാള് വന്നപ്പോ ഒരു 65 ലക്ഷം റുപ്യ പറഞ്ഞു. നമുക്ക് ഉമ്മറാജിനോടെ ഒരു 70 ലക്ഷം പറയാം. അത് വേണ്ട, ഒരു 80 പറയാം. അയാൾ അത് എന്തായാലും തരും. പിന്നെ ഈ കച്ചവടം നടന്നാലേ ഒരു 5 ലക്ഷം കാക്കാക്ക് തരുവേണ്ടിട്ടാ. അത് നിങ്ങൾ ഇപ്പാനോട് പറയരുത് കേട്ടോ. അത് 70-75 കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് എങ്ങന്നല്ലോ, നല്ല റോഡ് സൈഡാണ്. 1 കോടിന്റെ മേലെ എന്തായാലും ഇതിന് കിട്ടുന്ന. പിന്നെ ഇപ്പൊ നിങ്ങൾക്കൊരു 5 ലക്ഷം റുപ്യ വേണമെങ്കിലേ ആ പേരെയും പറമ്പൊന്നും വിൽക്കണ്ട. നിങ്ങൾ ആ GPay നമ്പർ കാണിച്ചാണ് ഞാൻ ഇക്കണ്ടിട്ട് തരാം. എന്റെ അടുത്ത് പൊന്നാരം മനെ GPay ഒന്നുമില്ല. ഈ ചെറിയ ഫോണുള്ളത്. ഇതിലെങ്ങനെ ഈ 5 ലക്ഷം കൊള്ളുവോ? അതൊക്കെ പോട്ടെ കാക്ക. ഓൻ പറഞ്ഞ വില ഒന്നും അതിന് കിട്ടൂല. നിങ്ങൾ എങ്ങനെങ്കിലും 75 അമ്പീനാണെങ്കിലേ അതാണ് കൊടുക്കാൻ നോക്കി. പിന്നെ വേറെ കാര്യണ്ടേ, ആ പൈസ കൂടി ഇപ്പാന്റെ അക്കൗണ്ടിൽ ഇടാൻ പറ്റില്ല. അത് ഞങ്ങൾ 2 അക്കൗണ്ടിക്ക് തൽക്കാലം ഇടാം. ഓൻ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങളെ 2 ആളും കൂടി പേരിൽ ഇട്ടാൽ മതി ആ പൈസ. പിന്നെ ഇപ്പാക്കേ ഒരു ഒത്ത പേര കിട്ടുകയാണെങ്കിലേ നമുക്കത് വാങ്ങി കൊടുക്കും ചെയ്യാം. ആ പൈസ നിങ്ങളെ 2 ആളെ പേര് തന്നെ ഇടാം. ഇപ്പാക്ക് എന്തിനാ പല്ലി പൈസ? പിന്നെ ഇപ്പൊ ഈ പേരൊന്നും വേണ്ട. നിങ്ങളാണ് കൊണ്ടുപോവുകയാണെങ്കിലേ അതല്ലേ നല്ലത്. ഇവിടെ ആ പേര പിന്നെ ചെതല് പിടിച്ച് നാശമായി പോയി കാരം. ഇച്ച് പിന്നെ അത് നോക്കലൊരു പണിയായി കാരം. ഏതായാലും നിങ്ങൾ ഇപ്പാനോടെ കാര്യങ്ങൾ സംസാരിച്ചാളി. ഞങ്ങൾ പോണീന്റെ മുമ്പ് തന്നെ വന്ന് കുടിച്ചോളി. എടുത്ത ചക്കണടി, നിങ്ങോട്ട് പോരി. അമ്മായി ചായ എടുത്ത ചക്കണല്ല, കുടിച്ചിട്ട് പോവാ. ഇന്നിപ്പോ എന്താ വെള്ളം മതിയാ? ചായ ഒന്നും വേണ്ടേ? ചായ വേണ്ട, മനസ്സിന് വലിയൊരു സുഖമില്ല. പിന്നെ എന്നും ഇങ്ങനെ വരണ്ടല്ലേ, അപ്പൊ ഒന്ന് ഇങ്ങനെ കയറി എന്നതാണ്. എന്റെ ചെങ്ങായിമാരും വന്നിട്ടില്ലേ? ഇന്ന് മജീദിന്റെ കുടിയിരിക്കലാണ്. ഓലക്കാണ്ട് പോയിട്ടുണ്ടാവും. പള്ളം നിറച്ച് നല്ല ദമ്മാക്കിയിട്ടേ വരുള്ളൂ. അല്ല, നിങ്ങൾക്ക് ആ കുടിയിരിക്കലൊന്നും ഉണ്ടായിട്ടില്ലേ?
ഇന്നോടേ പറഞ്ഞിട്ടില്ല. ഓനെ കാണാറ്റായിട്ട് ഇക്കാരം പെരിയിൽ വന്നിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ എപ്പോഴും പെരിയില്ലാത്തതല്ലേ, വാതിലടച്ച് പോയിട്ടല്ലേ, അതുകൊണ്ട് ഇക്കാരം കണ്ടാവോ പറയേണ്ടതാണ്. ആ അങ്ങനെയാണോ? അതാ വരുന്നേ, 100 ആയസാണ് രണ്ടിനും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇരിക്കേ. അല്ല ചെക്കന്മാരുണ്ടാകാൻ വന്നേക്കണം. ഇന്നലെ മിഞ്ഞാന്നേറ്റേ ഒരു ചോന്ത കാളുണ്ട് രണ്ടാം കൂടി ഇങ്ങനെ പോടുന്നു. അപ്പൊ ചിന്തതാണ് തെറ്റിയതാണോ എന്താ അറിയില്ല, അതാ ചോദിച്ചത്. ആ ഓല് രണ്ടാളും വന്നേക്കണു. മാനൂന്റെ അടുത്തേക്കേ വന്നതാണ് തോണ്ടത്. ഇന്നലെ മിഞ്ഞാന്നേറ്റ് കണ്ടക്കണെങ്കിൽ അല്ല ചെക്കന്മാർ രണ്ടാളും ഇപ്പൊ എവിടെ പാർക്കുണ്ട്? ഓല് വന്നാലേ ഓലെ പെണ്ണുങ്ങളോടെയാണേ നിക്കല്. ഇവിടെ ഇപ്പൊ വന്ന് നിക്കാനേ എൻ്റെ ആ നാടൻ പേരല്ലേ, അതൊന്നും ഓൽക്ക് സർവ് വെക്കൂല. പിന്നെപ്പേ എൻ്റെ പെണ്ണുങ്ങളില്ലല്ലോ, ഉമ്മാന്ന് വിളിച്ചിക്കാണ്ട് വരാൻ അതും ഓൽക്കില്ല. പിന്നെ ഇപ്പൊ ഇന്നോടിപ്പോ വലിയ ബന്ധമൊന്നും ഇല്ല. എന്നാ പപ്പാന്നുള്ള രീതിയിൽ ഉണ്ടേനും. അങ്ങനത്തെ ഒക്കെ ഒരു പോക്കാണ്. ആ അത് അങ്ങനെ തന്നെയാണ്. ആൺകുട്ടികളല്ലേ, ഓർക്കിപ്പോ ഉമ്മാര് പോയാലേ പിന്നൊക്കെ ഒരു കഥയാണ്. നോക്കണില്ല പറഞ്ഞിട്ട് കുട്ടികളെങ്ങനെ കുറ്റപ്പെടുത്തരുത്. എന്നാളല്ലേ പോലെ നിങ്ങൾക്ക് പൈസ അയച്ചേ? അല്ല പൈസയും കാര്യങ്ങളൊക്കെ പോലെ അയക്കുന്നുണ്ട്, നോക്കണില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഓല് വരുമ്പോഴേ ഇങ്ങോട്ട് വരവ് കുറച്ച് കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോഴാണേ കുട്ടികളിപ്പോൾ ഈ ലീവ് കഴിഞ്ഞ് പോകുമ്പോഴേ ഓലപ്പം ഞാനും കൂടിയാണ് പോവുകയാണ്. പാസ്പോർട്ടൊക്കെ ആയിട്ട് ഒരു പോയിക്കണോ ഒന്ന് പുതുക്കാനയക്കണം. ഇനിയിപ്പോൾ ഈ ചായപ്പീടിയിലൊന്നേ ഇതേമാരൊന്നും വർത്താനം പറഞ്ഞിരിക്കാൻ നമ്മൾ ഉണ്ടാവില്ല. പിന്നെ പോര് പറയുമ്പോൾ കേക്കല്ലാതെ എത്ര കാട്ടുക. ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ. അപ്പം ഇനിയിപ്പോൾ ഈ വയസ്സ് കാലത്ത് അവിടെ ഒക്കെ ഒന്ന് കാണും ചോദിച്ചാ. അസലായിപ്പോയി. നോക്കണില്ല എന്ന് കുട്ടികളിപ്പോ കൊണ്ടുപോകാണല്ലോ. നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്ത മനുഷ്യന്മാർ ആരാളുള്ളത്? ഞങ്ങൾക്കൊക്കെ പൂതിണ്ട്. അല്ല അങ്ങനെയാണ്ട് പോകുമ്പോ പേരയും കൂടിയും ചെതിലൊടിച്ച് നാശമായി പോകൂലേ? അത് വരുമ്പോതിനെ കേടൊന്ന് പറ്റ താറാറാവും. നമ്മളതൊരു പാർട്ടിക്ക് വാടക കൊടുക്കുക. ഒരു പെണ്ണൂര് അതിൻ്റെ ഒരു പെൺകുട്ടിയുണ്ട്, വാടകയും കിട്ടും. ഇവളിപ്പോൾ 6000 റുപ്യക്കാരാണ് താമസിക്കേണ്ടത്. പച്ച പാവങ്ങളാണ്. എന്തെങ്കിലും കമ്മിയാക്കി കൊണ്ട് കൊടുത്താൽ വീടും പേരും നോക്കി നടന്നു പോകും. അല്ല നിങ്ങൾ സത്യം പറയും, ഇത് 3ാമത്തേറ്റാണോ നിങ്ങളിപ്പോ ഇത് വാടകയ്ക്ക് കൊണ്ടാന്ന് പറഞ്ഞത്? ഇജ്ജ് ചിലക്കാതെ സെലിമ ആ ഉള്ള 2.5 കൊണ്ട് തന്നെ മനസ്സം കുടുങ്ങിക്കും. ഇജ്ജ് ഓരോരോ ചിലയായിട്ട് വന്നിട്ടുണ്ട്. അത് ഇനി അൽബേ വാടകയ്ക്കൊന്നും കൊടുക്കുന്നില്ല. കുട്ടികളത് ബിക്കുകയാണോലോ. മറാജിന്റെ സ്ഥലം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ബാക്കില്. അപ്പൊ മൂപ്പർക്ക് തന്നെ മാണെന്ന് പറഞ്ഞു. പൊന്നിന്റെ പൈസ അയാൾ തരാമെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ആട് കൊടുത്തോട്ടെ, ഞാൻ ഇനിയിപ്പോൾ അതിനൊന്നും എതിരിക്കണില്ല. വലിയ തീർപ്പിതൊന്നുമില്ല. എൻ്റെ നബീസ് താമസിക്കുന്ന പെരയാണ്. അത് കൊടുക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട്. വെറുതെ അല്ല മറാജിനെ ഇടക്കിടക്കാൻ അവളെ ഇങ്ങനെ കാണാം. കൊടുക്കുകയാണെങ്കിലേ ഈ ഇളകി നിൽക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, നമ്മളെ കൊട്ട പൈക്കോട്ട് വിക്കാസ് ഇങ്ങനെ സാധനങ്ങളൊക്കെ അത് ഒഴിവായി കൊടുത്താണ്ടി, അത് ചെന്നാണ്ടി. അല്ല ഞാൻ നാളെ വന്നവർ പുതിയ തേക്കിന്റെ കട്ടിലുണ്ടില്ലേ, അത് ഇച്ച തന്നാണ്ടി. ഇന്റെ കട്ടിലാകെ ഇളകി ഇങ്ങനെ കിടന്നാ ഒരു ഒച്ചപ്പാടാണ് ഇതിന്. ഇതാകുമ്പോ നല്ലൊരു കട്ടിലുമാണ്. ഞാൻ കണ്ട മുതലാണ്. ആ വിറകും പേരയിൽ കുറെ വിറക് കിടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഗ്യാസിന്റെ വലിയ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വിറകൊക്കെ പാടെ എനിക്കൊണ്ട് തന്നോണ്ടി. നിങ്ങൾക്ക് മാണ്ടതൊക്കെ നിങ്ങൾ എടുത്തോണ്ടി. ഞാൻ പേരയും പറമ്പ് മാത്രമേ അയാൾക്ക് കൊടുക്കണുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ എടുക്കല്ലേ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കണോണ്ടി. നിങ്ങൾക്ക് അല്ലാതെ ഇപ്പം ഞാൻ ആർക്കപ്പം ഇതൊക്കെ തരിക? ഓക്കെ, ലൊക്കേഷൻ ഞാൻ എനിക്ക് വിട്ടത്. ഈ കോഴിക്കോട് ചെറുവണ്ണൂരിന് വേപ്പൂർ റോട്ടിലാണ് സംഗതി ഉള്ളത്. അവിടെ കൊണ്ടാക്കുക. അവിടെ അതിന്റെ മാനേജർ ഉണ്ട്. ഞാൻ ഒക്കെ പറഞ്ഞ് സെറ്റാക്കി കിട്ടാൻ അവിടെ കൊണ്ട് ഇറക്കി കൊടുക്കും. എണ്ണ അടിച്ചോണ്ട് കണക്ക് നോക്കിയിട്ടല്ല. പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ട് ആരോടും പറയില്ല. എന്ന സ്ഥലത്തൊക്കെ ഉണ്ടാക്കി ഞാനറിയും പറഞ്ഞ ഞാൻ അവിടെ ഉണ്ടായിക്കോളാം. ഇപ്പാ തൽക്കാലപ്പം നിങ്ങളാണ്ട് കൊണ്ടുപോക്ക് നടക്കൂല. ഈ യുദ്ധത്തിന്റെ പ്രശ്നം കൊണ്ടേ ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പൊ നിങ്ങളെ ഈ പ്രായമായവരൊക്കെ ആക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ തൽക്കാലം ഞങ്ങൾ ആക്കി തരാം. ഭക്ഷണവും മരുന്നും ഒക്കെ അവിടെ കറക്റ്റ് കിട്ടും. ഇപ്പൊ നിങ്ങളവിടെ പ്രയാസപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഞങ്ങൾ പോയി എന്നാണ്. നിങ്ങളെ മാതിരി ഒരുപാട് പ്രായമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. നല്ല സുഖമായിട്ട് അവിടെ കഴിയാം. അത് മാത്രല്ല അവിടെ നല്ല കെയറിങ് ആണ്. ഈ ഒറ്റപ്പെടലിന്റെ ഒരു പ്രയാസം ഒന്നും അവിടെ ഉണ്ടാവില്ല. നല്ല ഫുഡാണ്, കിടക്കാനും സുഖമാണ്, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. നിസ്കരിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ സുഖമാണ്. കുഞ്ഞിപ്പാ പോവല്ലടാ, വേറെ ട്രിപ്പ് എടുക്കാണ്ടേ? നിക്കടോ, കുറച്ചേരം വെയിറ്റ് ചെയ്യേ. ഇപ്പാ ആചാരും അനീഫാക്കും വന്നിട്ടുണ്ട്. ആ പെരന്റെ ചാവി വാങ്ങാനാണ്. ഇപ്പാന്റെ കച്ചവടം കൊടുത്താളെ.
എടാ ചാവിന് വാങ്ങിക്കടാ. ഈരാനെ, ഈ പേരന്റും സ്ഥലത്തിൻ്റെ എല്ലാ ഇടപാടുകളും മക്കളായിട്ട് ഞാൻ തീർത്തക്കണം. ഞങ്ങൾക്ക് ഒരു വകുപ്പുകളും ഇടപാടുകളോ ഒന്നുമില്ല. ഇനി നമ്മൾ തമ്മിൽ എന്തെങ്കിലും കാർഡും കൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടാണ്ടിട്ടാ. നമ്മൾ രണ്ടാള് ഒറ്റപ്പെടാൻ വേണ്ടിയുള്ളേ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. നിങ്ങള് വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങളെ പ്രാർത്ഥനയില് നിങ്ങൾ എന്നും ഉണ്ടാവും. എന്റെ കല്യാണം കഴിഞ്ഞിട്ടേ 8 കൊല്ലം പഠിച്ചു വെച്ച് മക്കളെ തന്നില്ല. പഠിച്ചവനോട് ഞാൻ എന്റെ പെണ്ണുകളും തോരുന്നേ പൊന്നുപോലത്തെ 2 മക്കളെ പഠിച്ചവൻ ഞങ്ങൾക്ക് തന്നു. ഇപ്പൊ ഞാൻ ആ പഠിച്ചവനോട് തോൽക്കേണ്ട എന്താ അറിയാം? എന്റെ പെണ്ണുങ്ങളെ കൊണ്ടുപോയടത്തേക്ക് ഇനി കൂടെ ഒന്ന് കൊണ്ടുപോണേന്നാണ്. പക്ഷെ പഠിച്ചവൻ ആ പ്രാർത്ഥന കേൾക്കണില്ലല്ലോ. പോട്ടടാ. ഇപ്പൊ പണിയെടുക്കാൻ കൊണ്ടുപോണ്ടേ? അതൊന്നും ചരണ്ട ചെന്ന് പോന്നാ. ഇപ്പ സ്ഥലത്തെത്തിക്കണു, ഇറങ്ങിക്കോളി. പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോ അടിച്ചവൻ പൊളിച്ചിന് വരെ എന്റെ കൂടെ എന്റെ വാപ്പായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? ഇപ്പ പൊന്നാര മക്കളെ, എല്ലാ ബാപ്പാരുമാരും കരുതുന്നത് എന്താ അറിയോ? സ്വന്തം മക്കളൊപ്പം ജീവിച്ചാനാണ്, പേരക്കുട്ടികളൊക്കെ ഒപ്പം സന്തോഷത്തോടു കൂടി ജീവിച്ചാന്. പക്ഷെ നമ്മളെന്താ ചെയ്തിട്ടുണ്ട്? നമ്മളെ സൗകര്യത്തിന് നമ്മളെ ബാപ്പാനും ഉമ്മാനെയും വൃദ്ധസദനത്തിൽ ഓടിപടി കൊണ്ടാക്കുക. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്കും പ്രായമാവുണ്ടെന്നുള്ള ചിന്ത നിങ്ങളെ മനസ്സിൽ വേണം. നിങ്ങളെ മക്കൾ ഇതേ സംഗതികളൊക്കെ കണ്ടുപോകുന്നുണ്ട്. എൻ്റെ ബാപ്പാനി നാളെ ഞാൻ കൊണ്ടാക്കുന്നുള്ള ഓരോ മനസ്സിൽ നിങ്ങൾ പതിപ്പിച്ച് കൊടുക്കരുത്. അതുകൊണ്ട് എല്ലാ ബാപ്പാരും ഇമ്മാരെയൊക്കെ നമ്മളൊപ്പം തന്നെ നിർത്തി സ്നേഹത്തോടു കൂടി ജീവിച്ചാൽ നോക്കുക. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.